പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മൃഗീയമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മാന്നാറിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജാ ജോൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മൃഗീയമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജാ ജോൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മാന്നാർ ബ്ലോക്ക് പ്രസിഡന്റ് രാധാമണി ശശീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വത്സല ബാലകൃഷ്ണൻ, ചിത്ര എം നായർ, സജി മെഹബൂബ്, DCC ജനറൽ സെക്രട്ടറി തോമസ് ചാക്കോ, ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം, മധു പുഴയോരം, ഉണ്ണികൃഷ്ണൻ, പുഷ്പലത, ഹസീന സലാം, ജ്യോതി, ഓമന കൃഷ്ണൻ, ഷെറിൻ, ജോളി ഫിലിപ്പ്, ബിനി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് പൂക്കോട് എന്ന സ്ഥലത്തെ വെറ്റിനറി കോളേജിൽ നടന്ന അതിക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സിദ്ധാർത്ഥ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സിഗ്നേച്ചർ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിദാരുണമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നമ്മുടെ മകന് എല്ലാ അമ്മമാരും അവരുടെ സിദ്ധാർത്ഥ വരാതെ നമ്മുടെ മകനാണ്. ഓരോ അമ്മമാരും അത് വായിക്കുമ്പോൾ ഓരോ അമ്മയുടെ മനസ്സിൽ കൂടെ കടന്നുപോയ പ്രതീക്ഷകൾ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിച്ച് വലുതാക്കി നമുക്ക് പ്രായമാകുമ്പോൾ നമുക്ക് താങ്ങും തണലുമാകേണ്ട നമ്മുടെ കുഞ്ഞിൻ്റെ ആ സംഭവം നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ജില്ലാതലങ്ങൾ കഴിഞ്ഞ് ഈ ബ്ലോക്ക് തലം കഴിഞ്ഞ് നാളെ ഇനി മണ്ഡല തലത്തിലെ ഈ പ്ലക്കാർഡ് വേണ്ടി വീടുകൾ തോറും സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുകയാണ്. എന്തിനാണ് അമ്മമാർ ഇങ്ങനെ ഒരു പ്രതിഷേധ ഒപ്പുശേഖരണവുമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം, പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ ഒരു മകനെ സഹപാഠികൾ തല്ലിച്ചതച്ച് 3 ദിവസം പട്ടിണിയിട്ട് ഇവിടെ പറഞ്ഞതുപോലെ ജലപാനം കൊടുക്കാതെ എങ്ങനെ അവർക്ക് കൂടെ കടന്ന് കൂടെ ഭക്ഷണം കഴിച്ച് മർദ്ദിച്ച് അവശനാക്കി കൊല്ലാൻ തോന്നുന്നത്? എന്ത് കാരണം ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ വിഷയം എന്തോ വിഷയമായിക്കോട്ടെ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടല്ലോ. CD ന്യൂസ് മാന്നാർ.